പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? അത് പോളിംഗ് ബൂത്തിൽ സ്ഥാനാർത്ഥി ചെല്ലാൻ പാടില്ല. ആരെ നിയമം ഉണ്ടാക്കേണ്ട? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ CPM ആണ്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇതേ സമയം മറ്റു സ്ഥാനാർത്ഥികളെല്ലാം പോളിംഗ് നടക്കുന്ന ബൂത്തുകളിലേക്ക് പോകുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട എന്റെ 2 എതിർ സ്ഥാനാർത്ഥികളും പോകുന്നുണ്ടല്ലോ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എനിക്ക് മാത്രം എന്തോ പൊക്കൂടാ? അല്ല, ഇത് കൂത്തുപറമ്പാ. കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിക്ക് പോളിംഗ് ബൂത്തിൽ പോകാൻ പാടില്ലേ? ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. ഇവിടെ നിൽക്കാൻ പാടില്ല. നിന്ന കൈ വെട്ടും, കാല് വെട്ടും. ഇതൊക്കെ ഭീഷണി. കത്തിക്കുത്ത് കീലേരി അച്ഛന് പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. അപ്പം ഇത് വേറൊന്നുമല്ല, പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ അസ്വസ്ഥതയാ. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ? അതിന്റെ പ്രകോപനത്തിന്റെ വിവിധ സ്റ്റേജുകളിലാണ്. ഇപ്പൊ പരിക്കേറ്റിട്ട് ഒരു ചെറുപ്പക്കാരൻ പോളിംഗ് ഏജന്റ് തലശ്ശേരി ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുക. അതപ്പതിച്ചു പോകുന്നതിനിടയാക്കുന്ന സംഘടനാ പ്രവർത്തനമല്ല നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഞങ്ങളുടെ ജയം ഞങ്ങളെപ്പോലെ തന്നെ അവരും ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ അസ്വസ്ഥതകൾ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ഇലക്ഷൻ കമ്മീഷന്റെ സംവിധാനങ്ങൾക്ക് ഇല്ലാത്ത തടസ്സം CPM പറഞ്ഞ അതനുസരിച്ച് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമോ? വടിയിൽ കരമുള്ളവരെ വഴിയിൽ ഭയമുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ബോംബ് സൂക്ഷിച്ചിരുന്നത് എന്തിനാണ് എന്നുള്ളത് ഇന്ന് കൂത്തുപറമ്പിലെ ഇൻസിഡൻസ് കൃത്യമായി പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, എന്താ ഉറക്കം വരുന്നു? ഇന്നത്തെ ദിവസത്തേക്ക് കാത്തുവെച്ചതായിരുന്നു അത് കയ്യിൽ കടന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അത് ഇവിടെ കടന്ന് പൊട്ടുമായിരുന്നു. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലംകുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. എത്ര പേർക്ക് പരിക്കേൽക്കുമായിരുന്നു, എത്ര പേരുടെ ജീവൻ പോകുമായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയാ. ഇതിനുള്ള മറുപടി ഇന്ന് വടകരയിലെ ജനങ്ങൾ കുറിച്ചിട്ടുണ്ട്. അത് ജൂൺ 4-ന് ലോകം അറിയുകയും ചെയ്യും. നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേര് ഓർമ്മ വരുന്നേ. അതേ നാടകം? യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാളി.